മൂന്നാമത്തെ ക്ലാസ്സിലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് കേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അത് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എന്നുള്ള റേഞ്ചിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഡിസ്ക്രീറ്റ് കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്ക്രീറ്റ് കേസിലുള്ള അതേ പ്രോപ്പർട്ടീസ് കണ്ടിന്യൂസ് കേസിലും ഉണ്ട്. കണ്ടിന്യൂസ് കേസാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് 1/4 ആണ്. ലിമിറ്റ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു +2 ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. ഈ ഒരു ഫംഗ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ പ്രൊസീജിയർ ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാല് ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ നമ്മൾ സിഗ്മ യൂസ് ചെയ്തു. ഇവിടെ കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ ഇന്റഗ്രൽ -∞ മുതൽ എക്സ് വരെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? -∞ ടു എക്സ് വരെ. എന്താണ് ഇവിടെ ഇന്റഗ്രേഷന് പകരം സിഗ്മ. കണ്ടിന്യൂസ് ആകുമ്പോ ഇന്റഗ്രേഷൻ, അത് ഓർക്കുക കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് -2 ആണ് എന്ത്? ലോവർ ലിമിറ്റ്. അപ്പൊ +2 നമ്മളുടെ എന്താ? അപ്പർ ലിമിറ്റ് ആണ്. അതും ഓർത്ത് വെക്കുക. ആദ്യം ചെയ്യാനുള്ളത് നമ്മളെ ലോവർ ലിമിറ്റ് എത്രയാണെന്ന് നോക്കുക. -2 ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് വെൻ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ -2 ആകുമ്പോൾ, -2 വന്നത് എന്താ? ലോവർ ലിമിറ്റ് ആണ്. ആദ്യം എടുക്കാനുള്ളത് നിങ്ങളുടെ ലോവർ ലിമിറ്റ് ആണ്. എക്സിന്റെ വാല്യൂ ലോവർ ലിമിറ്റിനേക്കാളും താഴെയാവുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ് നോക്കാം. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന റേഞ്ചില് എഫ് ഓഫ് എക്സ് ഉള്ളൂ. ഇതിനേക്കാളും താഴെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താന്ന് പറഞ്ഞു? 0 ആണ്. ദെൻ ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന റേഞ്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്തെഴുതും നിങ്ങള്? വെൻ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു +2 ആകുമ്പോൾ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ ടു എക്സ് വരെ എന്നുള്ളതാണ് പറയുന്നത്. നോക്കുക കേട്ടോ. -∞ ടു എക്സ് വരെ. അപ്പൊ -∞ പറയുമ്പോ ഇവിടുത്തെ ലോവർ ലിമിറ്റ് നിങ്ങൾ നോക്കുക. -∞ ലോവർ ലിമിറ്റ് എത്രയാ? -2 ആണ്. ഇനി ഇവിടുത്തെ ലോവർ ലിമിറ്റ് -1 ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കും? -1 എന്ന് എഴുതി കൊടുക്കും കേട്ടോ. അപ്പൊ -2 ടു എക്സ് വരെ. ഈ എക്സിന് നിങ്ങൾ യാതൊരുവിധ ചേഞ്ചും വരുത്താൻ പാടില്ല. എക്സ് തന്നെയാണ്. കാരണം ഫോർമുലയിലെ എക്സ് ആണ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2 ടു എക്സ് വരെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്താണ്? നമ്മുടെ 1/4 ആണ്. 1/4 dx വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യണു. 1/4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/4 എക്സ് ആണ് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യണു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് 2 ആണ്, അപ്പർ ലിമിറ്റ് എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/4 അതുപോലെ കീപ്പ് ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ പറഞ്ഞത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ഇവിടെ എന്താണ്? എക്സ് ആണ്. അപ്പൊ എക്സിന്റെ പ്ലേസിൽ എക്സ് തന്നെ എഴുതി കൊടുത്തു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്താ? എഗെയിൻ -2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു എക്സ് +2 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണോ? ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇനി മൂന്നാമത്തെ കേസ് പറയണു. വെൻ
എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ അപ്പർ ലിമിറ്റ് എത്രയാ 2. ഇത് പറയുമ്പോൾ നമ്മളുടെ ഇന്റഗ്രേഷൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. -∞ മുതൽ -2 വരെയുള്ള എഫ് ഓഫ് എക്സ്, നമ്മളെ കേസ് 1 ആദ്യത്തെ കണ്ടീഷൻ, പ്ലസ് ഇന്റഗ്രൽ എവിടെ മുതൽ എവിടം വരെ, ഈ ടോട്ടൽ റേഞ്ച് നമ്മൾ എടുക്കണം, പ്ലസ് മൂന്നാമത്തെ കേസില് ഈ അപ്പർ ലിമിറ്റിനേക്കാളും കൂടുമ്പോഴുള്ള എഫ് ഓഫ് എക്സ്. അങ്ങനെ 3 എണ്ണാക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ലാസ്റ്റ് കേസ് എടുക്കുമ്പോൾ ആദ്യം എടുത്തത് നമ്മൾ എക്സിന്റെ വാല്യൂ -2 കുറവാകുമ്പോഴെന്ന് പറഞ്ഞിട്ട് എടുത്തു. രണ്ടാമത്തത് ഈ റേഞ്ചിൽ എടുത്തു. ഈ റേഞ്ചിൽ എടുത്താലും എക്സ് എന്നാണ് അപ്പർ ലിമിറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. മൂന്നാമത്തെ കേസിൽ ഈ അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലാകുമ്പോൾ, അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഇന്റഗ്രേഷൻ -∞ മുതൽ ഈ ലോവർ ലിമിറ്റ് വരെയുള്ളത്, പ്ലസ് രണ്ടാമത്തതിൽ നമുക്ക് എന്താണോ റേഞ്ച് തന്നത് അത് മുഴുവനായി ഇട്ട് കൊടുക്കണു, പ്ലസ് മൂന്നാമത്തതിലോ 2 മുതൽ ∞ വരെ അല്ലെങ്കിൽ 2 മുതൽ എക്സ് വരെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഇന്റഗ്രേഷൻ 0 ആണ്. എഫ് ഓഫ് എക്സ് നമുക്ക് ഇവിടെ ഇല്ല, -2 താഴെയുള്ള ലിമിറ്റിനുള്ള എഫ് ഓഫ് എക്സ് ഇല്ലാത്തത് കൊണ്ട് 0 ആണ്. പ്ലസ് ഈ റേഞ്ചിലുള്ള എഫ് ഓഫ് എക്സ് -2 മുതൽ +2 വരെയുള്ള എഫ് ഓഫ് എക്സ് 1/4 ആണ്. അപ്പൊ ആ 1/4 നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഇന്റഗ്രേഷനും ചെയ്യണം dx, പ്ലസ് 2 മുതൽ ∞ വരെ ഉള്ള ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മൂന്നാമത്തെ ഫംഗ്ഷനും എന്താണ്, 0 ആണ്. മൂന്നാമത്തെ ഇന്റഗ്രേഷനും 0 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 1/4 എക്സ് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യണം, -2 ടു +2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/4 കോൺസ്റ്റന്റ്, അപ്പർ ലിമിറ്റ് എക്സിന്റെ വാല്യൂ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആയി മാറി 2 + 2 ആവുമ്പോ എന്താവും, 4 ആവും. അപ്പൊ 4/4 പറഞ്ഞാൽ എന്താണ് ആൻസർ, 1 ആണ്. അപ്പൊ ഡിസ്ക്രീറ്റ് കേസിൽ നമ്മള് ലാസ്റ്റ് 1 ആണെന്ന് പ്രൂവ് ചെയ്തു. കണ്ടിന്യൂസ് കേസിലും എക്സിന്റെ വാല്യൂ 2 കൂടുമ്പോ എത്ര ഇനി കൂടി പോയാലും എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഇനി ചെയ്യാനുള്ളത് എഫ് ഓഫ് എക്സിനെ ഈ രൂപത്തിൽ എഴുതി വെക്കുക. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്, എക്സിന്റെ വാല്യൂ <= -2 ആവുമ്പോൾ. ഇനി ആ റേഞ്ചിൽ -2 ടു +2 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് x+2/4 ആണ്. എക്സിന്റെ വാല്യൂ 2 വലുതാവുമ്പോൾ എഫ് ഓഫ് എക്സ് 1 ആണ്. ഈ രൂപത്തിൽ വൃത്തിയായി എഴുതി വെക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3/2x² -1 <x <+1. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ PDF-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് 3/2x² ആണ്. ലിമിറ്റ് -1 <x +1 ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഫോർമുല പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ മുതൽ എക്സ് വരെ എഫ് ഓഫ് എക്സ് dx എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു, ലോവർ ലിമിറ്റ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ലോവർ ലിമിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കൂ, വെൻ എക്സിന്റെ വാല്യൂ <1, ഈ ലോവർ ലിമിറ്റ് -1 ആണ്. -1 താഴെ ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ് എന്നുള്ളതാണ് പറയേണ്ടത്. -1 താഴെ ആവുമ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി ഉണ്ടോ, ഇല്ലാത്തത് കൊണ്ട് ഇന്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് dx ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ അങ്ങനെ ഒരു ലിമിറ്റ് -1 താഴെ എഫ് ഓഫ് എക്സിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് 0 ആണ് എന്ന് ഇട്ട് കൊടുക്കണം. ഈ പ്രൊസീജിയർ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഇനി ചെയ്യാനുള്ളത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതാണോ ഇന്റർവെല് ആ ഇന്റർവെല്ലാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ എഴുതുക, വെൻ
-1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ +1. ഈ ഇന്റർവെൽ തന്നിരിക്കുന്ന ഇന്റർവെല്ലില് f of x equal to ഇന്റഗ്രൽ -1 to എവിടം വരെ എക്സ് വരെ എന്ന് എഴുതി കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ 1 എഴുതി കൊടുക്കില്ല. ഇന്റഗ്രൽ -1 to എവിടം വരെ എക്സ് വരെ f of x dx, which is equal to ഇന്റഗ്രൽ -1 to x വരെ. കറസ്പോണ്ടിങ് f of x എന്താണ് നോക്കൂ, 3/2 x² ആണ് dx. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യൂ, 3/2 x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 3/2 തന്നെയാണ്. x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ ആയി കിട്ടും. x³ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ -1 to x വരെയുള്ള ലിമിറ്റ് ആണ്. നോക്ക്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 ഉണ്ട്, കട്ട് ചെയ്തു. ഇനി 1/2 മാത്രമേ ഉള്ളൂ. എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്തെന്നെയാണ് നോക്കുക, എക്സ് തന്നെയാണ്. അപ്പൊ എക്സ് ഉള്ളിടത്ത് ഈ എക്സ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ, x³ മൈനസ് ലോവർ ലിമിറ്റ് എന്താ, -1 ആണ്. അപ്പൊ -1ന്റെ എന്ത് വേണം, ക്യൂബും കൂടെ വേണം. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 into x³ + 1. -1ന്റെ ക്യൂബ് പറഞ്ഞാൽ -1 തന്നെയാണ്. 1 - 1 ആവുമ്പോ എന്താവും, +1 ആയി. ഇപ്പൊ എക്സിന്റെ വാല്യൂ -1ന്റെയും +1ന്റെയും ഇടയിലാവുമ്പോൾ കറസ്പോണ്ടിങ് f of x എന്ത് കിട്ടി, 1/2 into x³ + 1 ആണെന്ന് കിട്ടി. ഇനി അടുത്ത കേസ് ചെയ്യാനുള്ളത് വെൻ എക്സിന്റെ വാല്യൂ, ഇത് ലോവർ ലിമിറ്റ് ആണ് പറഞ്ഞു, ഇതെന്താ അപ്പർ ലിമിറ്റ്. ആദ്യം നമ്മൾ ചെയ്തു നോക്കി എന്തെന്നാ, ലോവർ ലിമിറ്റിനേക്കാളും താഴെയാവുമ്പോ f of x ന്റെ വാല്യൂ എന്താണ്. അപ്പർ ലിമിറ്റിനേക്കാളും മേലെയാവുമ്പോൾ f of x എന്താണ്, അപ്പർ ലിമിറ്റ് എത്രയാ, 1 ആണ്. എക്സിന്റെ വാല്യൂ അപ്പർ ലിമിറ്റിനേക്കാളും കൂടുമ്പോൾ f of x നെ 3 ഇന്റഗ്രേഷനായി സ്പ്ലിറ്റ് ചെയ്യണം. ആദ്യത്തെ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് -∞ മുതൽ -1 വരെ, അതായത് ലോവർ ലിമിറ്റ്, തന്നിരിക്കുന്ന ലോവർ ലിമിറ്റ് വരെ, പ്ലസ് സെക്കൻഡ് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് -1 to +1, തന്നിരിക്കുന്ന കംപ്ലീറ്റ് റേഞ്ച് എടുക്കുക. മൂന്നാമത്തെ ഇന്റഗ്രേഷൻ അപ്പർ ലിമിറ്റ് 1 ആണല്ലോ, ആ 1 മുതൽ ∞ വരെ, അങ്ങനെ 3 ഇന്റഗ്രേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇതേ ഭാഗം നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിലും ചെയ്തിട്ടുണ്ട്. തന്നിരിക്കുന്ന ചോദ്യത്തില് ആദ്യത്തെ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് -∞ മുതൽ -1 വരെയുള്ള f of x ഇല്ലാത്തത് കൊണ്ട് 0. ദെൻ ലാസ്റ്റ് കേസില് +1 മുതൽ ∞ വരെ നമുക്ക് f of x ഇല്ല, അതുകൊണ്ട് അവിടുത്തെ f of x എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 0. നടുവിലുള്ള മിഡിലുള്ള f of x മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. ഇന്റഗ്രൽ -1 to +1, അന്നേരം വേണം ഈ റേഞ്ച് കംപ്ലീറ്റ് ആയി ഇട്ട് കൊടുക്കാൻ. തൊട്ടു മുമ്പില് ഈ തന്നിരിക്കുന്ന ഇന്റർവെല്ലിലായപ്പോൾ ഇവിടെ നമ്മൾ എന്തേ ഇട്ട് കൊടുത്തുള്ളൂ, എക്സ് ഇട്ട് കൊടുത്തുള്ളൂ. അതേസമയം എക്സിന്റെ വാല്യൂ അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലാവുമ്പോൾ f of x -1 to +1 വരെ 3/2 into x² dx ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തെന്ന് ആൻസർ കിട്ടും പറഞ്ഞു, 3/2 into x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 ആയി. ലിമിറ്റ് എവിടെ തൊട്ട് എവിടം വരെ, -1 to +1 വരെ. ദെൻ 3 കട്ട് ചെയ്തു, ഇപ്പൊ 1/2 ഉള്ളൂ. ഇനി അപ്പർ ലിമിറ്റ് എക്സിന്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1³ -1ന്റെ ക്യൂബാണ്, ഈക്വൽ ടു 1/2 into 1³ പറഞ്ഞാൽ 1 ആണ്, മൈനസ് -1 വരും. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആയി. സോ 1/2 into 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 കിട്ടി. ഇനി ഇതിനെ റീ അറേഞ്ച് ചെയ്തിട്ട് ഭംഗിയായിട്ട് എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ കണ്ടിന്യൂസ് കേസിലുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി ഈ സെക്ഷനിൽ പറയാൻ ഉള്ള ഒരു പോയിന്റ്,
പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് ഡിസ്ക്രീറ്റ് കേസിലെയും കണ്ടിന്യൂസ് കേസിലെയും പറഞ്ഞത്. അതേസമയം നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡെൻസിറ്റി ഫംഗ്ഷൻ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് ജസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം ചെയ്താൽ മതി. അതായത് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് ഡെറിവേറ്റീവ് ചെയ്യുക. നോക്കൂ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ സീറോൻ്റെ ഡിഫറൻസിയേഷൻ 0 തന്നെ. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എടുത്താൽ 2x കിട്ടും. 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റിൽ ഉണ്ടാവും. വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു. If you like the video, please subscribe and press the bell icon.